വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ ഈ താമസം മാറുന്നതിനെക്കുറിച്ചൊക്കെ ശാരദാമ്മ ഇങ്ങനെ ശാലിനിയോട് സംസാരിച്ചിരിക്കുന്നുണ്ട്. സത്യാമ്മ അറിഞ്ഞുകൊണ്ടായിരിക്കില്ല എന്തായാലും വിഷ്ണു ഇവിടെ നിന്ന് മാറാനായിട്ട് പോകുന്നത്. അവരറിഞ്ഞാൽ അതിനൊട്ടും സമ്മതിക്കത്തുമില്ല. അവരുടെ മനസ്സിൽ സത്യമോളോ ശാലിനിയോ ആരുമില്ല. അവർ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അതവരുടെ മകന് മാത്രമായിരിക്കും. സ്വന്തം ചിറകിനടിയിൽ മകനെ എപ്പോഴും ഒളിപ്പിച്ചു വെക്കണമെന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ. ഒരാൾക്ക് വേണ്ടി കരഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വിഷ്ണുവിന് വേണ്ടി മാത്രമായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പിന്നെ ശാരദാമ്മ പറയുന്നുണ്ട്. അന്നേരം പിന്നെ ശാലിനി പറയുന്നുണ്ട് അറിയുമ്പോൾ എന്താണെന്നൊന്നും അറിയില്ല. എന്തായാലും സത്യയുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ തീരുമാനം എടുത്തിരിക്കുന്നത്. അവൾക്ക് അവൾ അച്ഛനെ കിട്ടുമ്പോഴുള്ള സന്തോഷം തന്നെയാണ്. അവൾക്ക് സ്വന്തം അച്ഛനെ തന്നെ നൽകാം. പക്ഷെ അത് പറയാനുള്ളൊരു വഴി അതാണ് എന്നെ കുഴപ്പിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ശാലിനി ആലോചിക്കുമ്പോൾ ശാരദാമ്മ സമാധാനപ്പെടുത്തുന്നുണ്ട്. എന്തായാലും നിങ്ങൾ ഒരുമിച്ചൊരു താമസം തുടങ്ങുക. പിന്നീട് അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതി. വിഷ്ണുവാണ് അച്ഛനെന്ന് അറിയുമ്പോൾ അവളായിരിക്കും ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത്. ഇനിയെങ്കിലും നിങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ നോക്ക്. കണ്ണ് നൽകി ഈശ്വരൻ എന്തായാലും നിൻ്റെ കണ്ണുനീര് കാണാതിരിക്കില്ല മോളെ എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് ആശ്വസിപ്പിക്കുകയാണ്. തുടർന്ന് വിഷ്ണു ശാലിനിയോടൊപ്പം താമസം മാറും എന്നുള്ളൊരു സത്യയെ കൂട്ടി താമസം മാറും എന്നുള്ളൊരു ഉദ്ദേശത്തിൽ തന്നെയാണ് അവർ ഇരിക്കുന്നതൊക്കെ. ഇതേസമയം സത്യ അകത്ത് നിന്ന് ശാരദാമ്മ ഒന്നിങ്ങോട്ട് വന്നേ എന്ന് വിളിക്കുമ്പോൾ ദേ വിളി തുടങ്ങി എന്ന് പറഞ്ഞിട്ട് ശാരദാമ്മ അകത്തേക്ക് പോകുന്നുണ്ട്. അതേസമയം ശാലിനി ആണെങ്കിൽ ഇങ്ങനെ ഗേറ്റിന് അടുത്തേക്ക് നോക്കി നിൽക്കുന്നുണ്ട്. വിഷ്ണു വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു ഉദ്ദേശത്തില്ല. ഇതേസമയം അവിടെ സത്യഭാമയുടെ വീട്ടിൽ ഭാമയാണെങ്കിൽ ഹാളിൽ ശരിയാക്കി ഫോൺ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ശ്യാമയും രോഹിത്തും രാഘവൻ നായരും ഒക്കെ അടുത്തുണ്ട്. തുടർന്ന് ഭാമയാണെങ്കിൽ രോഹിത്തിനോട് ചോദിക്കുകയാണ്, എടാ രോഹിത്തെ, ഈ പിന്നെ നമ്പർ അറിയാതെ വരുന്ന കോളുകളുണ്ടല്ലോ, അത് ആരാണ് എന്താണെന്നൊക്കെ അറിയാനായിട്ടൊരു സംവിധാനം ഉണ്ടല്ലോ, എന്താ അതെന്ന് ചോദിക്കുകയാണ്. അന്നേരം അത് കൂടുതൽ ഇൻ്റർനാഷണൽ കോളുകളായിരിക്കും, ചിലപ്പോൾ ഫേക്ക് കോളായിരിക്കും, എടുക്കാതിരിക്കുന്നതാണ് നല്ലത്, ഇപ്പോൾ ഓൺലൈൻ തട്ടിപ്പൊക്കെ ഉള്ളതല്ലേ എന്നിങ്ങനെ രോഹിത്ത് പറയുമ്പോൾ ശ്യാമ സംശയിക്കുകയാണ്. അപ്പോൾ സത്യാമ്മ ആരെങ്കിലും വിളിക്കുന്നുണ്ടോ, കുഞ്ഞേച്ചി പറഞ്ഞ ആൾക്കാരാരെങ്കിലും വിളിക്കുന്നുണ്ടോ എന്നൊക്കെ ചിന്തിച്ചിട്ട് ശ്യാമ ചോദിക്കുന്നുണ്ട്, സത്യാമ്മയ്ക്ക് അങ്ങനത്തെ കോളും വല്ലതും വരാറുണ്ടോ എന്ന്. അന്നേരം ശ്യാമ അല്ല അങ്ങനെ ചോദിക്കുമ്പോൾ ഭാമ ഒന്ന് സംശയിച്ചാണ് പറയുന്നത്, അല്ല അങ്ങനെ വല്ലതും വന്നാൽ ശ്രദ്ധിക്കാമല്ലോ, അതിനാണ് എന്നിങ്ങനെ ഒരു സംശയിച്ചെന്ന പോലെയാണ് ഭാമ സംസാരിക്കുന്നത്. തുടർന്ന് രാഘവൻ നായർ പറയുന്നുണ്ട്, അങ്ങനെയുള്ള കോളുകളൊന്നും എടുക്കാതിരിക്കുന്നതാണ് നല്ലത്, പറ്റിക്കപ്പെടാതിരിക്കാൻ നമ്മൾ നോക്കുക, അത്രയേ ഉള്ളൂ എന്നൊക്കെ പറയുമ്പോൾ അവരങ്ങനെ സമ്മതിച്ച് സംസാരിച്ചിരിക്കുന്നുണ്ട്. അന്നേരം ശ്യാമ മനസ്സിൽ വീണ്ടും കരുതുകയാണ്, അപ്പോൾ സത്യം അറിയിക്കാനായിട്ട് പപ്പിമോളുടെയൊക്കെ രഹസ്യം അറിയിക്കാനായിട്ട് നടക്കുന്നവർ സത്യാമ്മയെ വിളിക്കുന്നുണ്ട്. അപ്പോൾ സത്യാമ്മയ്ക്ക് അങ്ങനത്തെ കോളുകളൊക്കെ വരുന്നുണ്ട് എന്നൊക്കെ ടെൻഷനിൽ ശ്യാമയും നിൽക്കുകയാണ്. ഈ സമയത്താണ് വിഷ്ണു ആണെങ്കിൽ കാവ്യ വേഷമൊക്കെ ധരിച്ചുകൊണ്ട് കഴുത്ത് നിറയെ മാലയൊക്കെ ഇട്ട് കയ്യിലും ജപമാലയൊക്കെ ആയിട്ട് ആ ഒരു സഞ്ചിയൊക്കെ തൂക്കി വരുന്നുണ്ട്. ഓ നമഃശിവ എന്നൊക്കെ ചൊല്ലി താഴേക്ക് ഇറങ്ങി വരികയാണ്. അന്നേരം എല്ലാവരും വിഷ്ണുവിനെ തന്നെ ഇങ്ങനെ അന്തം വിട്ട് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഇതെന്തുവാന്നും പറഞ്ഞ് രാഘവൻ നായർ എല്ലാവരും നോക്കുന്നുണ്ട്. അന്നേരമാണെങ്കിൽ മക്കളെ എന്നിങ്ങനെ വിളിക്കുകയാണ്. വിഷ്ണു വന്ന് നിന്നിട്ട് ഓം നമഃശിവയൊക്കെ ചൊല്ലി ഒരു കണ്ണൊക്കെ അടച്ചു പിടിച്ച് ഒരു കണ്ണൊക്കെ തുറന്ന് എല്ലാവരും ഇങ്ങനെ ശ്രദ്ധിക്കുകയും ചെയ്യുന്നുണ്ട്. തുടർന്ന് മക്കളെ എന്നിങ്ങനെ വിളിക്കും. രാഘവൻ നായർ ഇങ്ങനെ അന്തം വിട്ട് നോക്കുകയാണ്. തുടർന്ന് പറയുന്നുണ്ട്, നമ്മൾ ഈ ലോകത്ത് കണ്ടതൊന്നും സത്യമല്ല, നമ്മൾ ഒന്നും എല്ലാം മിഥ്യയാണ്, മായയാണ്, നമ്മൾ പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എന്ത് വേഷം കെട്ടാടാ ഇത്, ഇവ എന്തുമായി കാണിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ രാഘവൻ നായരും സത്യഭാമയൊക്കെ ചോദിക്കുമ്പോൾ, മാതാവേ വിഷ്ണു അല്ല സ്വാമി, അങ്ങനെ വേണം എന്നെ വിളിക്കാനായിട്ട്. കുറച്ച് മുമ്പ് ടി വിയിൽ കണ്ട ആ സ്വാമിയുടെ പ്രോഗ്രാമായിട്ട് എന്നെ ഒരുപാട് അങ്ങോട്ട് സ്വാധീനിച്ചു. നമ്പർ തേടി പിടിച്ച് ഞാൻ അങ്ങോട്ട് സ്വാമിയെ വിളിച്ചു. ഒരുപാട് തവണ ഞാനും അദ്ദേഹവുമായിട്ട് സംസാരിച്ചിരുന്നു. അപ്പോൾ ആ വാക്കുകൾ നമ്മൾ ഈ ലോകവും പിന്നെ ഈ ഇവിടെയൊക്കെ വിട്ട് വേറൊരു സ്ഥലത്തേക്ക് പോകാനാണ്, സമാധാനം കിട്ടുന്ന ഒരു സ്ഥലത്തേക്ക് പോകാമെന്ന് ഞാൻ തീരുമാനിച്ചു. ആ സ്വാമിയുടെ വാക്കുകൾ എന്നെ വല്ലാതെ സ്വാധീനിച്ചു. അതുകൊണ്ട് നാം അങ്ങനെ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞില്ല സ്വാമിമാരുടെ ഭാഷയിൽ വരുത്തി പിടിച്ചങ്ങോട്ട് വിഷ്ണു സംസാരിക്കുകയാണ്. പക്ഷെ അത് കേൾക്കുമ്പോൾ തന്നെ ഒരു കോമഡി ആയിട്ട് തോന്നുന്നുണ്ട്. ശ്യാമയും രാഘവൻ നായരും രോഹിത്തും ഒക്കെ ഇങ്ങനെ അന്തം വിട്ട് വായം തുറന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. തുടർന്ന് പിന്നെ രോഹിത് അങ്ങോട്ട് എഴുന്നേറ്റിട്ട് ചോദിക്കുകയാണ്, ഒരു പ്രോഗ്രാം കണ്ടെന്നും പറഞ്ഞ് ഇങ്ങനെയൊക്കെ മാറ്റം വരുമോ ബ്രോ എന്ന് ചോദിക്കുമ്പോൾ സഹജ ബ്രോ അല്ല സ്വാമി എന്നിങ്ങനെ പറയുകയാണ്. അന്നേരവും ഇവൻ എന്തുവാന്നും പറഞ്ഞ് രാഘവൻ നായരും ഒക്കെ ഇരിക്കുന്നുണ്ട്. സത്യഭാമ തലയിൽ കൈയും വെച്ച് ഇരിക്കുകയാണ് അവിടെ. ശ്യാമ ഇങ്ങനെ അന്തം വിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പൊന്നിയൊക്കെ അങ്ങോട്ടത്തേക്ക് വരുന്നുണ്ട്. തുടർന്ന് പറയുന്നുണ്ട്, സമാധാനം കിട്ടുന്ന ലോകത്തേക്ക് തന്നെ നമ്മൾ പോകണം, മരണശേഷമുള്ള ജീവിതവും എല്ലാം ഒക്കെ കിട്ടണമെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഞാൻ ഹിമാലയ സാനുക്കളിലേക്ക് പോവുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇവൻ എന്ത് വിച്ചും പേയായി പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് രാഘവൻ നായർ ചോദിക്കുന്നുണ്ട്. തുടർന്ന് ദേഷ്യത്തോടെ സത്യഭാമ അങ്ങോട്ട് ചാടി എഴുന്നേൽക്കുകയാണ്. നീ എന്ത് വിച്ചും പേയുവാടായി പറയുന്നത്, എന്തൊരു വേഷം കെട്ടെന്നും പറഞ്ഞ് ഭാമൻ ചോദിക്കുന്നുണ്ട്.
തുടർന്ന് വിഷ്ണു പറയുകയാണ്, അരുത്, പരിപാവനവും പരിശുദ്ധവുമായ ഈ വേഷം കെട്ട് എന്നും പറഞ്ഞങ്ങോട്ട് ആക്ഷേപിക്കരുത്. പിന്നെ ഇനിയുള്ള ജീവിതം എങ്ങനെ വേണമെന്ന് ഞാൻ അങ്ങോട്ട് തീരുമാനിച്ചു കഴിഞ്ഞു. ഞാൻ ആത്മീയതയിലേക്ക് പോകാനായിട്ട് തയ്യാറെടുത്തിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു. ഓം നമഃ ശിവായ എന്നൊക്കെ ചൊല്ലി വിഷ്ണു വീണ്ടും നിൽക്കുകയാണ്. പക്ഷെ എല്ലാവരെയും ഇങ്ങനെയെങ്കിൽ ഓട്ട കണ്ട് നോക്കുന്നത് പോലെ വിഷ്ണു ഇങ്ങനെ എല്ലാവരെയും ശ്രദ്ധിക്കുന്നുണ്ട്, എല്ലാവരുടെയും ഭാവമാറ്റം എങ്ങനെയാണ് എന്നുള്ളതൊക്കെ. തുടർന്ന് ശ്യാമ ചോദിക്കുകയാണ്, വിഷ്ണുവേട്ടൻ ആലോചിച്ചെടുത്ത തീരുമാനം തന്നെയാണോ ഇത്? വിഷ്ണുവേട്ടനൊപ്പം ജീവിക്കാൻ ആഗ്രഹിച്ച് നടക്കുന്ന എൻ്റെ കുഞ്ഞുവച്ചിയോട് ഞാൻ എന്താണ് പറയേണ്ടത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ വിഷ്ണു ഒന്ന് നോക്കിയിട്ട് പറയുന്നുണ്ട്, പിന്നെ അതൊരടഞ്ഞ അധ്യായമാണ്. ആ സഹോദരിയോട് നടക്കാത്ത ആഗ്രഹങ്ങളെക്കുറിച്ച് ആലോചിച്ച് സ്വപ്നം കാണണ്ട എന്ന് ആ സഹോദരിയോട് അങ്ങോട്ട് പറഞ്ഞേക്കാം. ഇനി ഞാൻ ലൗകികതയിൽ വെടിഞ്ഞ് ഈശ്വരനിൽ സ്വയം ജീവിതം അങ്ങോട്ട് സമർപ്പിക്കാൻ പോവുകയാണ്, എല്ലാം ഈശ്വരനിലാണ് എന്നൊക്കെ ഇങ്ങനെ വിഷ്ണു പറയുന്നുണ്ട്. അന്നേരം ശ്യാമ അങ്ങോട്ട് വിഷമിച്ച് നിൽക്കുകയാണ്. പക്ഷേ ഭാമയാണെങ്കിൽ വിഷ്ണു ഇങ്ങനെ അടിമുടി ശ്രദ്ധിച്ച് നിൽക്കുകയാണ്. തുടർന്ന് രാഘവൻ നായർ ദേഷ്യപ്പെടുന്നുണ്ട്, നീ നിൻ്റെ ജീവിതം വെച്ചാണ് കളിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വെറുതെ ഒരു ഓട്ടപ്പാച്ചിലാണ്. ആ ഓട്ടപ്പാച്ചിൽ അവസാന നിമിഷം എത്തുമ്പോൾ നമ്മുടെ ജീവിതം തന്നെയാണ് നഷ്ടപ്പെടുന്നത്. ഇല്ലാത്ത ജീവിതത്തെക്കുറിച്ച്, സമാധാനമില്ലാത്ത ജീവിതത്തെക്കുറിച്ച് എന്തിനാണ് ആലോചിച്ച് ഇങ്ങനെ വിഷമിക്കുന്നത്? അതുകൊണ്ട് ഞാൻ അടുത്ത ജന്മത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. ഈശ്വരനുമായിട്ട് എനിക്ക് നേരിട്ട് സംസാരിക്കണം, ഈശ്വരനെ കണ്ടെത്തണം, അതിനു വേണ്ടിയിട്ടാണ് നാം ഈ പോകുന്നത് പിതാവേ എന്നൊക്കെ പറഞ്ഞ് വീണ്ടും അങ്ങോട്ട് സന്യാസത്തിലേക്ക് പോകുന്നൊന്നും പറഞ്ഞിങ്ങനെ ആത്മീയമായിട്ട് സന്യാസിമാർ സംസാരിക്കുന്ന പോലെ അങ്ങോട്ട് സംസാരിക്കുമ്പോൾ രാഘവൻ നായർ ആകെ ദേഷ്യം പിടിച്ച് നിൽക്കുകയാണ്. പക്ഷേ ശ്യാമ വിഷമിച്ച് നിൽക്കുമ്പോൾ രോഹിത് ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്നുണ്ട്, പൊന്നിയും കേട്ട് നിൽക്കുകയാണ്. പക്ഷേ ഭാമയാണെങ്കിൽ ആകെ ദേഷ്യത്തിൽ വിഷ്ണു പറയുന്നതൊക്കെ ശ്രദ്ധിച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അവസാനം ഞാനിത് ആലോചിച്ചെടുത്ത തീരുമാനം തന്നെയാണ്, നമ്മെ ആരും തടയരുത്, നോം പോവുകയാണ് എന്നൊക്കെ പറഞ്ഞ് വിഷ്ണു പോകാനായിട്ട് തിരിയുമ്പോൾ വിഷ്ണു നിൽക്ക് എന്ന് പറഞ്ഞിട്ട് ഭാമ വീണ്ടും പിടിച്ചു നിർത്തുന്നുണ്ട്. എന്നിട്ട് ഭാമ ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ അല്പം മുമ്പ് കണ്ട സന്യാസിയുടെ പ്രോഗ്രാം കണ്ടിട്ട് ഇത്ര പെട്ടെന്ന് നിനക്കൊരു മാറ്റം വന്നു എന്ന് എന്നെ കൊണ്ട് അങ്ങോട്ട് വിശ്വസിക്കാനായിട്ട് സാധിക്കില്ല. എന്താ നിൻ്റെ ഉദ്ദേശം? വേറെ എന്തെങ്കിലും മനസ്സിൽ വെച്ചുകൊണ്ടാണോ നീ പറയുന്നത് എന്നും പറഞ്ഞിട്ട് ഭാമ നിർബന്ധമായിട്ട് ചോദിക്കുമ്പോൾ വിഷ്ണു ഒന്ന് പരുങ്ങുന്നുണ്ട്. എന്നിട്ടും പറയുന്നുണ്ട്, അങ്ങനെയൊന്നും പറയരുത്, മകനെ ഇഷ്ടമുള്ള പിന്നെ അമ്മയാണ് എന്നുള്ളെങ്കിൽ ഭവതി ഈ യാത്ര തടസ്സപ്പെടുത്തരുത്. എന്നെ പൂർണ്ണമായും ഞാനങ്ങോട്ട് ഈശ്വരനിലേക്ക് സമർപ്പിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. എനിക്കിനി ഈശ്വര സാന്നിധ്യം കൊണ്ട് ജീവിക്കാനേ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് വീണ്ടും വിഷ്ണു അങ്ങോട്ട് പ്രസംഗിക്കുന്നുണ്ട്. തുടർന്ന് വീണ്ടും അങ്ങോട്ട് ശ്യാമ സങ്കടപ്പെടുന്നുണ്ട്. ഈ തീരുമാനം കുറച്ച് അങ്ങോട്ട് കടുത്തു പോയി എന്ന് പറയുമ്പോൾ സ്വന്തം ഭാര്യ അടുത്തുണ്ടെങ്കിലും ഇങ്ങനെ നമ്മെപ്പോലെ അകന്ന് കഴിയുന്നതിലും നല്ലത് സന്യാസ ജീവിതം തന്നെയാണ്. അതുകൊണ്ട് ഞാൻ ദൈവത്തിലേക്ക് അർപ്പിക്കാൻ പോവുകയാണ്. ഈ ലൗകിക ജീവിതത്തേക്കാൾ നല്ലത് സന്യാസ ജീവിതം തന്നെയാണ്. അതുകൊണ്ട് എന്നെ ആരും തടസ്സപ്പെടുത്തരുത് എന്നും പറഞ്ഞ് ആ മാലയൊക്കെ ഇങ്ങനെ പിടിച്ച് ഓം നമഃ ശിവായ എന്നിങ്ങനെ മുകളിലേക്ക് നോക്കി ചൊല്ലുന്നുണ്ട്. പക്ഷെ അന്നേരം ഒരു കണ്ണടച്ച് പിടിച്ച് മറ്റുള്ളവരെ അങ്ങോട്ട് ശ്രദ്ധിക്കുകയാണ്. അന്നേരമാണ് സത്യഭാമയാണെങ്കിൽ വിഷ്ണുവിനെ വീണ്ടും ഇങ്ങനെ ശ്രദ്ധിച്ചിട്ട് സത്യഭാമ മനസ്സിലൂടെ വേറൊരു കാര്യം ഇങ്ങനെ ഓർക്കുന്നുണ്ട്. തലേ ദിവസം രാത്രി സത്യഭാമയ്ക്ക് വന്ന ഒരു കോളിനെ കുറിച്ചാണ് ഭാമ ഇങ്ങനെ ഓർക്കുന്നത്. രാഘവൻ നായർ ഭാമയും രാത്രി ഉറങ്ങുന്നുണ്ട്. അന്നേരം ഭാമയുടെ ഫോൺ ബെല്ലടിക്കുമ്പോൾ ഇതാരായി രാത്രിയിലെന്നും പറഞ്ഞിട്ട് ഭാമയാണെങ്കിൽ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റിട്ട് ഫോണും കൊണ്ട് ഇങ്ങനെ വാതിൽക്കലേക്ക് വരുന്നുണ്ട്. അന്നേരം നമ്പരും ഇല്ല, ഒന്നും കാണാനും പറ്റുന്നില്ല, ആരാണോ എന്തോന്നും പറഞ്ഞ് ഭാമ അങ്ങോട്ട് ഫോൺ എടുക്കുകയാണ്. അന്നേരം സുസ്മിത തന്നെയാണ് വിളിക്കുന്നത്. സാരിത്തുമ്പ് കൊണ്ട് മറച്ചാണ്, സുസ്മിതയാണെന്ന് അറിയിക്കാതെയാണ് വിളിക്കുന്നത്. അന്നേരം സുഖമായിട്ട് കിടന്ന് ഉറങ്ങുകയാണോ എന്ന് ചോദിക്കുമ്പോൾ അല്ലാതെ പിന്നെ രാത്രി പിന്നെ ഉറങ്ങാതെ പിന്നെ ഇന്ന് ശിവരാത്രി ഒന്നും അല്ലല്ലോ എന്നിങ്ങനെ ഭാമ ചോദിക്കുകയാണ്. അന്നേരം ചൂടാവാതെ പിന്നെ ഞാൻ പറയുന്നത് അങ്ങോട്ട് കേൾക്കുക, അല്ലെങ്കിൽ ബാക്കിയുള്ളവരെയൊക്കെ എഴുന്നേറ്റ് വരും, പിന്നെ ആകെ പ്രശ്നമാവും, സഹായിക്കാൻ വന്ന എനിക്ക് പാരയാകും എന്ന് പറയുമ്പോൾ ഇതെൻ്റെ വീടാണ്, എങ്ങനെ സംസാരിക്കണം എന്നുള്ളത് ഞാനാണ് തീരുമാനിക്കേണ്ടത്, നിനക്ക് വല്ലതും പറയാനുണ്ടെങ്കിൽ ഇങ്ങോട്ട് പറയുകയോ ചെയ്യുന്നിങ്ങനെ എന്താണ് വേണ്ടതെന്നിങ്ങനെ സത്യഭാമ ചോദിക്കുന്നുണ്ട്. അന്നേരം ഞാനൊരു കാര്യം അറിയിക്കാനാണ് വിളിച്ചത്. നിങ്ങളുടെ മകൻ ഞാൻ ഈ പറയുന്ന കാര്യം കേട്ടാൽ നിങ്ങൾക്ക് ഡബിൾ ശിവരാത്രിയാകും എന്ന് പറഞ്ഞിട്ട് സുസ്മിത കാര്യം പറയുകയാണ്. നിങ്ങളുടെ മകൻ വിഷ്ണു ആണെങ്കിൽ പെട്ടെന്നൊരു ദിവസം ശാലിനിയുമായിട്ട് ഒരു വാടക വീടെടുത്ത് താമസിക്കാൻ പോവുകയാണെന്ന് അറിഞ്ഞാൽ എന്തായിരിക്കും നിങ്ങളുടെ പ്രതികരണം എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഭാമ ഒരു നിമിഷം ഒന്ന് അമ്പരന്നിട്ട് അതൊക്കെ പറയാനായിട്ട് നീ ആരാണ് ഒരിക്കൽ ഒരു ചതി അവൻ അങ്ങനെ പറ്റിയിട്ടുണ്ട്, പക്ഷേ എൻ്റെ മകൻ എന്നോട് ആലോചിക്കാതെ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വാസമാണെങ്കിൽ ഞാനൊന്നും പറയുന്നില്ല. പിന്നെ ഇന്നോ നാളെയോ അങ്ങനെ ഒരു നീക്കം നിങ്ങളുടെ വീട്ടിൽ നടക്കുമെന്ന് പറയുകയാണ്. തുടർന്ന് സത്യഭാമ ചോദിക്കുന്നുണ്ട്, ഇത്രയും രാത്രി ഉറക്കമിളച്ചിരുന്നിട്ട് ഞങ്ങളെ സഹായിക്കുമ്പോൾ ഇത്രയും വിവരങ്ങളൊക്കെ അറിയിക്കുന്ന നീ ആരാണ്? ഞങ്ങളുടെ എല്ലാ കാര്യമൊക്കെ നിനക്കറിയാമല്ലോ, എന്താണ് എൻ്റെ ഉദ്ദേശം, നിനക്കെന്താ ഇതുകൊണ്ടുള്ള ലാഭം എന്നൊക്കെ ചോദിക്കുമ്പോൾ പുണ്യപ്രവൃത്തിയാണെന്ന് കൂട്ടിക്കോ, അല്പം പുണ്യം കിട്ടിക്കോട്ടെ എന്ന് ഞാനും കരുതുന്നു. എന്തായാലും എനിക്ക് പറയാനുള്ളത് പറഞ്ഞു. ഇനി അടുത്ത് വേറൊരു പുണ്യപ്രവൃത്തി കൂടി എനിക്ക് അടുത്ത ദിവസങ്ങളിൽ പറയാനുണ്ട്. ആദ്യം ഇതിനൊരു പരിഹാരം കാണാൻ പറ്റുമെന്ന് നോക്ക് എന്ന് പറഞ്ഞിട്ട് പിന്നെ സുസ്മിത ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്.
തുടർന്ന് ഭാമ ചിന്തിക്കുന്നുണ്ട്, ഇവൾ ആരാണ്, ഈ പറയുന്നതിലൊക്കെ സത്യമുണ്ടോ എന്നിങ്ങനെ ചിന്തിച്ച രാത്രി നിൽക്കുന്ന ആ സീനും കാണിക്കുന്നുണ്ട്. തുടർന്നാണ് ഈ ഭാമ ഇതൊക്കെ ആലോചിക്കുന്നതാണ്. അന്നേരമാണ് ഭാമയ്ക്ക് തലേന്ന് വന്ന കോളിലും ഇതും കൂടെ ആവുമ്പോൾ ഇത് പിന്നെ ശാലിനിയോടൊപ്പം താമസിക്കാൻ പോവുകയാണ് എന്നുള്ളത് അവിടെ ഭാമയ്ക്ക് അങ്ങോട്ട് ബോധ്യമാകുന്നത്. തുടർന്ന് അതേസമയം വിഷ്ണു ആണെങ്കിൽ വീണ്ടും ഓം നമഃ ശിവായ എന്നൊക്കെ ചൊല്ലിയിട്ട് അപ്പോൾ ഇനി ആരോടും ഒരു യാത്രയില്ല, നാം വിട വാങ്ങുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് തിരിയുമ്പോൾ ഭാമ ഇങ്ങനെ ആലോചിച്ചിട്ട് അതും ഇതുമായിട്ട് ബന്ധമുണ്ടോ എന്നൊക്കെ അന്നേരവും ഭാമയ്ക്ക് സംശയമാണ്. എന്നിട്ട് എടാ വിഷ്ണു ഒന്ന് വിളിച്ചിട്ട് വിഷ്ണു ഇങ്ങനെ തിരിഞ്ഞു നിൽക്കുമ്പോൾ, അല്ല സ്വാമി ഈ സന്യാസം സ്വീകരിച്ച് സ്വാമി എങ്ങോട്ടാണ് ഈ ബാക്കി ജീവിതത്തിനായിട്ട് പോകുന്നത് എന്നിങ്ങനെ ഭാമ ചോദിക്കുകയാണ്. അന്നേരം അത് കേട്ട് ശ്യാമയും രോഹിത്തും ഒക്കെ അന്തം വിട്ട് നോക്കുകയാണ് ഭാമയും അങ്ങനെ ചോദിക്കുന്നത് കേട്ടിട്ട്. എന്നിട്ട് പറയുകയാണ്, സന്യാസം ഞാൻ അല്പം മുമ്പ് അങ്ങോട്ട് സ്വീകരിച്ച് കഴിഞ്ഞു, ഇനി എല്ലാ ബന്ധങ്ങളും ഒക്കെ അങ്ങോട്ട് വിട്ട് പിന്നെ വ്രതമൊക്കെ പാലിച്ച് ശുദ്ധാത്മീയതയിലേക്ക് അങ്ങ് പോകും. അപ്പോൾ മനസ്സിൽ ഈശ്വര ചിന്ത മാത്രമാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് രോഹിത് ചോദിക്കുകയാണ്, ബ്രോയ്ക്ക് അങ്ങനെ അപ്പോൾ ഞങ്ങളെയൊക്കെ വിട്ടുപോകാനായിട്ട് സാധിക്കുമെന്ന് ചോദിക്കുകയാണ്. അന്നേരം വിഷ്ണു പറയുകയാണ്, വത്സ ബ്രോ അല്ല സ്വാമി എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം രോഹിത് അങ്ങോട്ട് ദേഷ്യമൊക്കെ വരുന്നുണ്ട്. എന്നാലും ഇതിനെ തിരിച്ചെന്താണ് പറയുക എന്നുള്ളൊരു ഉദ്ദേശത്തിൽ ആകെ അങ്ങോട്ട് പരിഹാസം എന്ന പോലെ രോഹിത്തും എല്ലാവരും ഒക്കെ നിൽക്കുന്നുണ്ട്. രാഘവൻ നായർ ആകെ ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ്. തുടർന്ന് പറയുന്നുണ്ട്, ഞാൻ ആത്മീയതയിലേക്ക് സ്വീകരിച്ചു കഴിഞ്ഞു, ഇനി എനിക്ക് ബന്ധങ്ങളും ഒന്നുമില്ല, പിന്നെ സഹജ സഹോദര എന്നൊക്കെയാണ് രോഹിത്തിനെ വിളിച്ച് സംസാരിക്കുമ്പോൾ രാഘവൻ നായർ അങ്ങോട്ട് ദേഷ്യപ്പെട്ട് ചാടി എഴുന്നേൽക്കുകയാണ്. എടാ നിന്നോട് ആരാണ് പറഞ്ഞത് എന്ന് ചോദിക്കുന്നുണ്ട്. അതിന് മുന്നേ പിന്നെ വിഷ്ണു പറയുന്നുണ്ട്, ജീവിതത്തിൽ എനിക്ക് അങ്ങോട്ട് ശോഭിക്കാനായിട്ട് സാധിച്ചില്ല, അപ്പോൾ ഈ ആത്മീയ ജീവിതത്തിനെങ്കിലും എനിക്ക് എന്തെങ്കിലുമൊക്കെ ആകണം, അതിനാണ് കുഞ്ഞെ ഞാൻ പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ രോഹിത്തിനോട് പറയുമ്പോഴാണ് രാഘവൻ നായർ ചാടി എഴുന്നേൽക്കുന്നത്. ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടി പോകാനുള്ളൊരു സ്ഥലമാണ് സന്യാസം, ആത്മീയത എന്നൊക്കെ നിന്നോട് ആരാടാ പറഞ്ഞത് എന്നും പറഞ്ഞ് ദേഷ്യത്തിൽ രാഘവൻ നായർ അങ്ങോട്ട് എണീക്കുമ്പോൾ രോഹിത്താണെങ്കിൽ രാഘവൻ നായരെ പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഭാര്യയും മക്കളെയൊക്കെ പോറ്റാൻ നോക്കാനും ഒക്കെ കഴിവില്ലാത്തവനൊക്കെ ചെന്ന് കയറേണ്ട പിന്നെ സ്വീകരിക്കേണ്ട സ്ഥലമൊന്നുമല്ല സന്യാസം, ഇതൊന്നുള്ളതല്ല സന്യാസം, അതിനൊക്കെ ഒരു വ്രത അനുഷ്ഠാനങ്ങളും അതിനൊക്കെ ഒരു അച്ചടക്കം ഒക്കെ ഉണ്ട് എന്നിങ്ങനെ പറയുമ്പോൾ അതുണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് നാം എന്നിങ്ങനെയൊക്കെ ഇങ്ങോട്ട് വിഷ്ണു പറയുമ്പോൾ നീ കുറേ ഉണ്ടാക്കും എന്ന് പറഞ്ഞിട്ട് ജീവിതത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണ് എന്നൊക്കെ ഇങ്ങനെ രാഘവൻ നായർ അങ്ങോട്ട് പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട്. തുടർന്ന് സത്യഭാമ ചോദിക്കുകയാണ്, അല്ല സ്വാമി ഹിമാലയ സാനുക്കളിലേക്ക് പോകുന്നത് ഒറ്റയ്ക്കാണോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അന്നേരം വിഷ്ണു ഇങ്ങനെ നോക്കുന്നുണ്ട്. ബാക്കി എല്ലാവരും ഭാമയുടെ ചോദ്യം കേട്ട് ഇങ്ങനെ ശ്രദ്ധിച്ച് നിൽക്കുകയാണ്. തുടർന്ന് വിഷ്ണു നോക്കുമ്പോൾ അതോ ശാലിനിയുമുണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ് സത്യഭാമ അവിടെ. അന്നേരം എല്ലാവരും ഇങ്ങനെ അന്തം വിട്ട് നോക്കുന്നുണ്ട്. അന്നേരം വിഷ്ണു ഇങ്ങനെ സത്യഭാമയെ അന്തം വിട്ട് നോക്കുകയാണ്. അന്നേരം വിഷ്ണുവിനോട് മനസ്സിലാവുന്നുണ്ട് സത്യഭാമയ്ക്ക് തൻ്റെ കള്ളം മനസ്സിലായി എന്നുള്ളത്. ഇത്രയും ആകുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അപ്പോൾ അവിടെ വീണ്ടും വിഷ്ണുവിൻ്റെ ആ കപട വേഷം അഴിഞ്ഞു വീഴുക തന്നെയാണ് ചെയ്യുന്നത്. ശാലിനിയോടൊപ്പം പോകാനായിട്ട് വിഷ്ണുവിന് സാധിക്കത്തുമില്ല. വെറുതെ സത്യയ്ക്ക് ആശ കൊടുത്തു എന്നുള്ളത് മാത്രമേ അവിടെ നടക്കുകയുള്ളൂ. പക്ഷേ ഇനി അങ്ങോട്ട് സത്യഭാമയുടെ മനസ്സിലങ്ങോട്ട് മാറ്റം വരികയാണ് ചെയ്യുന്നത്. ശാലിനിയെ സ്വീകരിക്കാം എന്നുള്ളതും ശാലിനിയുടെ നേരെ പണ്ടത്തെ പോലെ ദേഷ്യ സ്വഭാവമൊക്കെ സത്യഭാമയ്ക്ക് ഇനി അങ്ങോട്ട് മാറുകയാണ് ചെയ്യുന്നത്. മകന് വേണ്ടി വീണ്ടും ഭാമ തൻ്റെ അഹങ്കാരമൊക്കെ മാറ്റിവെച്ച് ശാലിനിയെ കൊണ്ടുവരാനുള്ള ശ്രമമൊക്കെ നടത്തും. അതിന് പരമാവധി താഴുക തന്നെ സത്യഭാമ ചെയ്യും. അതൊക്കെ കാണാം. ഓക്കെ, താങ്ക്